എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ശബരിമല സീസൺ വരികയാണെന്ന് വിചാരിക്കാം. അയ്യപ്പ ഭക്തി ഗാനങ്ങൾ അന്ന് കേട്ടിരുന്ന ഒരു നമുക്ക് ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യും ആ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാല്. എൻ്റെ അച്ഛൻ ഞാൻ ജനിച്ച വർഷം മുതലേ ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങിയത്. അച്ഛനൊരു വൃശ്യമാസം ആകുമ്പോഴേക്കും അച്ഛനെ താടിയൊക്കെ നീട്ടാൻ തുടങ്ങും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെല്ലാവരും നോയമ്പെടുക്കും. 41 ദിവസം നോയമ്പെടുത്തിട്ട് അച്ഛനെ ശബരിമലയ്ക്ക് പറഞ്ഞയക്കണേ. അപ്പൊ ആ സമയത്ത് അച്ഛൻ മദ്യപിക്കില്ല. അതാണ് അതിൻ്റെ ഒരു മോട്ടീവ് അതായിരുന്നു. അപ്പൊ ഒരു 40-41 ദിവസം മദ്യപിക്കാത്ത ഒരു അച്ഛനെ കിട്ടുമല്ലോ എന്നുള്ളൊരു. ആ സമയത്ത് ഞാൻ കേട്ടിരുന്ന ഒത്തിരി നല്ല നല്ല ഹൃദയസ്പർശിയായിട്ടുള്ള ശബരിമല അയ്യപ്പനെ കുറിച്ചിട്ടുള്ള ഭക്തിഗാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയാണോ? ഇന്ന് അടിച്ച് ശബരിമല അയ്യപ്പൻ എണീറ്റ് ഓടും എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് ഈ നേരത്തെ പറഞ്ഞ ഈ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞില്ലേ, സംഗീതത്തിലെ വാണിജ്യവൽക്കരണം. അത് നമ്മുടെ ആത്മീയതയെ ഒക്കെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ സോൾഫുള്ളി എന്താ പറയുക, നമ്മുടെ ആത്മാവിനെ ആനന്ദിപ്പിച്ചിരുന്ന ഒരു സംഗതി ഇന്നൊരു തരം ഒരു ഹിസ്റ്റീരിയ എന്നുള്ളൊരു ലെവലിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതിപ്പോൾ ഓണപ്പാട്ടുകളാണെങ്കിലും ഞാനിപ്പോഴത്തെ ഓണപ്പാട്ടുകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, സോറി. പഴയ കാലത്ത് നല്ല ഓണപ്പാട്ടുകൾ ഉണ്ടായിരുന്ന ആ ഒരു ഓർമ്മയാണ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത്.